നമുക്കൊക്കെ ലളിത ചേച്ചി എന്ന് പറയുന്ന ഒരു വലിയ അഭിനേത്രിയായിട്ട് നിൽക്കുന്നെങ്കിൽ ലളിത ചേച്ചിയെ കുറിച്ച് വളരെ വ്യക്തിപരമായി പറയാൻ സാധിക്കുന്ന, നേരത്തെ ഈ പറഞ്ഞ പോലെ അവനിടയിൽ ഇട്ടിട്ട് പോയ ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം പറയണമെങ്കിൽ നമ്മളോടൊപ്പം ഇപ്പോൾ എത്തേണ്ടത് മറ്റൊരു വിശിഷ്ട വ്യക്തി കൂടിയാണ്. അദ്ദേഹം ഇപ്പം സംവിധായകനാണ്, അഭിനേതാവാണ്, മലയാള സിനിമയുടെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വരുന്ന എല്ലാ ചിത്രങ്ങളിലും മികച്ച വേഷങ്ങളൊക്കെ ചെയ്ത് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നടനായി അദ്ദേഹം മാറി. സംവിധായകനായി നമുക്ക് വീണ്ടും അദ്ദേഹത്തെ കാണാം. ഹൃദയപൂർവ്വം നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സിദ്ധാർത്ഥ് ഭരതൻ. ഇപ്പൊ എത്തുന്നതിന് മുമ്പ് കമൽ സാറ് പറയായിരുന്നു, മകനെ സിനിമയിലേക്ക് വിളിച്ചോട്ടെ എന്ന് വെച്ചപ്പോൾ ലളിത ചേച്ചി പറഞ്ഞു എന്ന്. വിളിച്ചോളൂ, എന്റെ ഉത്തരവാദിത്വം തന്നെത്താൻ ഇടയിൽ ഇട്ടിട്ട് പോകുന്നുള്ള കാര്യങ്ങളിലൊന്നും ഉത്തരവാദിത്വം ഇല്ലാന്ന് ഞാൻ അതുമായിട്ട് ആലോചിക്കുന്നു. ഇപ്പൊ ബ്രഹ്മയുഗം സിനിമയിൽ അതിഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിലുള്ളൊരു പ്രധാന പക്ഷെ വന്നാൽ പിന്നെ പോകാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ലോക്കൽ പിടിച്ച് നിർത്തിയേക്കുന്ന, വേറെ ആരും റിസ്ക് എടുക്കാൻ റെഡിയല്ല. എന്തായിരിക്കും അമ്മ എങ്ങനെ പറഞ്ഞത്? അതിപ്പോ എന്നെ വളരെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞതായിരിക്കാം. ലളിത ചേച്ചിയെ പറ്റി പറയുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഒരുപാട് സിനിമകളിൽ കഥ പറയുന്ന ഒരു സ്ഥലം വന്നാൽ, ഒരു സിനിമയിൽ ഒരു കഥ പറയേണ്ടുന്നത് വന്നാൽ, എനിക്ക് തോന്നുന്നു മണിച്ചിത്രത്താഴില് നാഗവല്ലിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന കഥ ലളിത ചേച്ചിയാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഉറുമി സിനിമയിൽ പറഞ്ഞു തുടങ്ങുന്നത് ലളിത ചേച്ചിയാണ് അതേക്കുറിച്ച് കഥ പറയുന്നത്. ആദം ജോൺ എന്ന് പറയുന്നൊരു സിനിമ കണ്ടപ്പം കഥ പറയുന്നത് ലളിത ചേച്ചിയാണ്. ലളിത ചേച്ചിയുടെ ഒരു കഥ പറച്ചില് അതിഗംഭീരമാണ്. അപ്പം സിദ്ധാർത്ഥന്റെ ഒരു കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അച്ഛൻ തിരക്കുള്ള സംവിധായകൻ, അമ്മ തിരക്കുള്ള നടി. നിങ്ങളുടെ ഒരു ഫാമിലി ടൈമിൽ അത്തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഒരു കഥ പറച്ചു തരലുകളോ അങ്ങനെയൊക്കെ ഉള്ളൊരു ബാല്യം ഉണ്ടോ? ആ സമയത്ത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, കഥ പറച്ചില് ഉണ്ടാവില്ല, പക്ഷെ ഫാമിലി ടൈം ഉണ്ടാവും. അതിൽ ഇന്ററാക്ഷനിൽ മിക്കതും ബാക്കിയുള്ളവരുടെ കഥകളൊക്കെ, റിലേറ്റീവ്സിന്റെ കഥയും മറ്റേ കഥകളൊക്കെ. അല്ലാതെ ഒരു കഥ പറയാനായിട്ട് മറ്റേ ഇങ്ങനെ മല താണ്ടി വന്നു അങ്ങനെ ഒന്നും ഒരു ഫാന്റസി സ്റ്റോറി ടെല്ലിംഗ് ഒന്നുമില്ല. ഈ നമ്മള് ചെറിയ കുട്ടികളോട് ചോദിക്കും, അച്ഛൻ കുട്ടിയാണോ അമ്മക്കുട്ടിയാണോ എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ തന്നെ കമൽ സാറ് പറഞ്ഞു ആ സമയത്ത് ഡയറക്ഷനാണ് താല്പര്യം, പിന്നെ ഞാൻ അഭിനയത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ അഭിനയമുണ്ട്, ഡയറക്ഷനും ഉണ്ട്. അപ്പൊ സിദ്ധു നന്നായിട്ട് അഭിനയിച്ചാൽ അപ്പൊ പറയും ലളിത ചേച്ചിയുടെ മകനായതുകൊണ്ടാന്ന് പറയും. പടം നന്നാകാൻ അപ്പൊ തന്നെ ഭരതന്റെ മകനായതുകൊണ്ടാണെന്ന് പറയും. ഇത് രണ്ടും ഒപ്പം എന്നുള്ളൊരു ഉത്തരം വളരെ എളുപ്പത്തിൽ പറയാമെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് അവലോകനം ചെയ്യുമ്പോൾ ഏത് പ്രദേശത്താണ് കൂടുതൽ കയറി കിടക്കുന്നത്? അല്ല, അപ്പോഴും ഞാൻ ബയസ്ഡ് ആവില്ലേ, അച്ഛനോടോ അമ്മയോടോ ആവില്ലേ, ഇത് രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് ഞാൻ ഉണ്ടായത്. അതിനെ അങ്ങനെ തന്നെ രണ്ട് രീതിയിൽ തന്നെ ഒരു മിക്സ് ആയിട്ട് കണ്ടാൽ മതി. ആദ്യകാലത്ത് അതിന്റെ ഭാരം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? അയ്യോ, ഇതൊരു ഭാരമാണ്. അഭിനയത്തെക്കാട്ടിലും കൂടുതൽ ഡയറക്റ്റ് ചെയ്യുമ്പോഴാണ് അത് ഫേസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും പടമൊക്കെ ചെയ്യുവോ, അച്ഛൻ അത്രയൊക്കെ ചെയ്യുവോ? അത് ചെറിയ ഉത്തരവാദിത്വം അല്ല, തിരിച്ചേ പറയാൻ പറ്റുള്ളൂ. അഭിനയത്തെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഡയറക്ടറാണ് എന്ന് പറയാം, ഡയറക്ഷനെ പറ്റി പറഞ്ഞാൽ ഞാൻ ആക്ടറാണെന്ന് പറയാം. അങ്ങനെ ഒരു സ്കോപ്പുള്ളതല്ലാണ്ട് മറ്റൊന്ന് പറയാൻ പറ്റില്ല.